കഴിഞ്ഞ ദിവസമാണ് താനും ആർ.ജെ. സിബിൻ ബെഞ്ചമിനും വിവാഹിതരാകാൻ പോവുകയാണെന്ന വാർത്ത ആര്യ ബഡായി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചത്. ഇരുവരും വർഷങ്ങളായി സുഹൃത്തുക്കളാണെന്നത് ഇരുവരെയും സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വൈൽഡ് കാർഡ് എൻട്രിയായി സിബിൻ പോയപ്പോൾ ഏറ്റവും കൂടുതൽ പിന്തുണച്ചതും ആര്യയായിരുന്നു. ആ സീസണിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയുമായിരുന്നു സിബിൻ. എന്നാൽ പിന്നീട് ഹൗസിൽ തുടരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ സിബിൻ തന്നെ ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു പോവുകയായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സിൽ നിന്നും ഇനി മുതൽ ജീവിത പങ്കാളിയിലേക്കെന്നാണ് സിബിനുമായുള്ള തൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞുവെന്നറിയിച്ച് ആര്യ കുറിച്ചത്. ആര്യയുടെയും സിബിൻ്റെയും രണ്ടാം വിവാഹമാണ്. ആര്യയുടെ ആദ്യ ഭർത്താവുമായുള്ള ബന്ധം വേർപിരിഞ്ഞതുമാണ്. എന്നാൽ സിബിൻ്റെ ആദ്യ വിവാഹത്തിൽ ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സിബിൻ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഒരിക്കൽ രണ്ടാളും ഒന്നിച്ച് ബാംഗ്ലൂർ പോയതാണെന്നും എന്നാൽ ആദ്യ ഭാര്യ പിന്നീട് തിരികെ വന്നില്ല, വേണ്ടെന്ന് വെച്ച് പോയത് അവളാണ്. പിന്നീട് രണ്ടുപേർക്കുമിടയിൽ വലിയ അകൽച്ച തന്നെ ഉണ്ടായി. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സിബിൻ തന്നെയാണ് ഡിവോഴ്സിന് കൊടുത്തത്. ഇപ്പോഴും അതിൻ്റെ കേസ് നടക്കുകയാണ്. ഇതുവരെ ഡിവോഴ്സ് ലഭിച്ചിട്ടില്ല. ഡിവോഴ്സ് ലഭിക്കാത്തതിനാൽ ആര്യയുമായുള്ള വിവാഹത്തിൽ ആശങ്കയുണ്ടെന്നും സിബിൻ പറഞ്ഞു. മോനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലെന്നും സിബിൻ പറഞ്ഞിരുന്നു. അവസാനമായി കണ്ടത് 2021 ഏപ്രിലിലാണ്. പിന്നെ കാണാൻ സാധിച്ചിട്ടില്ല. കാണാൻ ശ്രമിക്കുമ്പോൾ നടക്കാറില്ല. കോടതിയിൽ മകനെ കൊണ്ടുവരാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ല. മകനെ കാണുന്നതിനായി ഇനി എന്തെങ്കിലും ചെയ്യണമെന്നും സിബിൻ പറയുകയുണ്ടായി. ഭാര്യയല്ലെങ്കിലും എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ് ഞാൻ. പുള്ളിക്കാരിയെക്കുറിച്ച് ഒരക്ഷരം മോശമായി പറയില്ല. ആരോപണങ്ങൾ സ്വാഭാവികമാണ്. ഞങ്ങൾ നല്ല കമ്പനിയുള്ളവരാണെങ്കിൽ പിരിയുമായിരുന്നു. ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. ഞാൻ കോളേജിൽ കൊറിയോഗ്രാഫി ചെയ്യാൻ പോയപ്പോഴാണ് പുള്ളിക്കാരി എന്നെ കണ്ടത്. ഞാൻ കണ്ടിരുന്നില്ല. അതിനുശേഷം ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ച് ഫ്രണ്ട്സായി പരിചയപ്പെട്ടതാണ്. പിരിഞ്ഞതിന് കാരണം ഞാൻ മോശക്കാരനായതുകൊണ്ടാണ്. പുള്ളിക്കാരിക്ക് പറ്റിയ ആളല്ല ഞാൻ. അതുകൊണ്ട് പുള്ളിക്കാരി എന്നെ വേണ്ടെന്ന് വെച്ച് പോയി എന്ന് സിബിൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും വിഷമമാണ്. ബാക്കി കാര്യത്തിൽ എനിക്കൊരു വിഷമവുമില്ല. മകനെ മുഴുവനായും എനിക്ക് വേണ്ട. ഫുൾ കസ്റ്റോഡിയൻഷിപ്പ് വേണ്ട. കാണാനും ഇടപഴകാനും സാധിച്ചാൽ മതി. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നും സിബിൻ പറഞ്ഞു. അതേസമയം ഡിവോഴ്സ്ഡ് ആണെങ്കിലും ആര്യയും മുൻ ഭർത്താവും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദമാണ്. രോഹിത് സുശീലൻ എന്നാണ് നടിയുടെ ആദ്യ ഭർത്താവിൻ്റെ പേര്. റോയ എന്നാണ് ഇവർക്ക് പിറന്ന മകളുടെ പേര്. ആര്യയുടെ രണ്ടാം വിവാഹത്തിന് രോഹിത് സുശീലൻ ആശംസ അറിയിച്ചിട്ടുണ്ട്. അച്ഛനോട് മകൾ സംസാരിക്കാറുണ്ടെന്നും താൻ അച്ഛനിൽ നിന്ന് മകളെ അകറ്റിയിട്ടില്ലെന്നും ആര്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിരിഞ്ഞെങ്കിലും മകളുടെ കാര്യത്തിൽ ഒരുമിച്ചാണ് തീരുമാനമെടുക്കാറെന്നും ആര്യ വ്യക്തമാക്കി. സിബിനുമായുള്ള താങ്കളുടെ ബന്ധത്തിൽ മകൾ സന്തോഷവതിയാണോ എന്ന ചോദ്യത്തിന് സോഷ്യൽ മീഡിയയിലൂടെ ആര്യയുടെ മറുപടിയും വന്നിട്ടുണ്ട്. സിബിനും ആര്യയും മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോയും ആര്യ പങ്കുവച്ചിരുന്നു.